Good morning dear traders, welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാനും കാര്യങ്ങളും പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാനും നമ്മൾ മാർക്കറ്റിൽ പ്ലോട്ട് ചെയ്ത കീ ലെവൽസും എല്ലാം വർക്കൗട്ട് ആയോ അതിന്റെ റിവ്യൂ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേലേക്ക് പോകാം. നമ്മൾ ഇന്നലെ യൂറോഎസ്ഡിയിൽ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് ആയിരുന്നു നമ്മുടെ വ്യൂ അൺടിൽ ദിസ് ബൈ സെൽ ലിക്വിഡിറ്റി. ഇവിടെ ഈ കാണുന്ന ഒരു ബൈ സെൽ ലിക്വിഡിറ്റി ഉണ്ട്. ഈ ഒരു ബൈ സെൽ ലിക്വിഡിറ്റി അത്ര വരെയും ബുള്ളിഷ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീ ലെവൽസ് ആയിട്ട് പറഞ്ഞ ഏരിയാസ് എന്നൊക്കെ വെച്ചാൽ ഈ ഒരു 4 hour ടൈം ഫ്രെയിമിൽ കാണുന്ന ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളായിരുന്നു. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി അവിടെ നിന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ ബൈയിങ് നടന്നിട്ടില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഈ രണ്ട് ലെവൽസ് ആയിരുന്നു ഇന്നലെ പറഞ്ഞു വെച്ചത്. പിന്നെ ഈ ഒരു ലെവലും ഉണ്ടായിരുന്നു, 3 ലെവൽസ് ടോട്ടലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു 3 ലെവൽസ്. അപ്പോൾ ഇന്നലത്തെ കീ ലെവൽസിൻ്റെ ഒരു റിവ്യൂ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ലണ്ടൻ കിൽ സോണിൻ്റെ ടൈമിൽ ലണ്ടൻ കിൽ സോൺ ഏകദേശം എൻ്റെ ആവണതിന് മുമ്പായിട്ട് നമുക്ക് നല്ല ബൈയിങ്സ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഫൈനലി നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ബൈ സെൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇത്രയും വലിയൊരു ഫോൾ വന്നേക്കുന്നത്. ഇവിടെ നിന്നൊരു ഷോർട്ട് സെല്ലിങ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും വലിയൊരു ഫോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുണ്ടായില്ല. കാരണം നമ്മുടെ പ്ലാൻ അനുസരിച്ചല്ലാത്ത കാരണം തന്നെ നമ്മളവിടെ ഷോർട്ട് സെൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട്ലി ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് ബൈയിങ് കിട്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു ഷോർട്ട് സെല്ലിങ് തന്നെയാണ് വരുന്ന മണിക്കൂറുകളിൽ. ഇതിൽ കാണുന്നതൊക്കെ നല്ലൊരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളാണ് ഇതെല്ലാം. അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ നല്ല ഷോർട്ട് സെല്ലിങ് ഈ ഒരു കീ ഏരിയാസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ യൂറോഎസ്ഡി ഷോർട്ട് ചെയ്യുന്നതായിരിക്കും. ടിൽ ദിസ് മൊമെൻറ്റ് ബുള്ളിഷ് ആവാൻ മാത്രം റീസൺസ് ഒന്നും യൂറോഎസ്ഡി തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ ഒരു ഇതുവരെയുള്ള പ്രൈസ് ആക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇൻട്രാഡേ ബേസിസിൽ ബെയറിഷ് ഓൺ യൂറോഎസ്ഡി. ഓക്കെ, കാരണം ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് എല്ലാം ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ഗ്രീൻ ബോക്സ് ഉണ്ടല്ലോ, ഇതൊരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് സെല്ലേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഇത് ഹോൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലാണ് മോർ കൺഫർമേഷൻസ് എന്ന രീതിയിൽ ഇവിടെ വേറെയും ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ വന്നേക്കുന്നത്, ഈ കാണുന്ന ബ്ലാക്ക് റെക്ടാങ്കിൾ സോൺസ് ഒക്കെ. അപ്പോൾ ഇവിടെയും സെല്ലേഴ്സ് സ്റ്റെപ്പിനാവാൻ പ്രോബബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. സോ ഇവിടെയൊക്കെ സെല്ലേഴ്സിന് പകരം ബയേഴ്സ് നല്ല രീതിയിൽ ഇനഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ മാത്രമേ യൂറോഎസ്ഡി ഇനി അപ്പാവാനുള്ള ഒരു പ്രോബബിലിറ്റി ആണെന്ന് കാണുന്നുള്ളൂ. സോ ടിൽ ദിസ് മൊമെൻറ്റ് ബെയറിഷ് ഓൺ യൂറോഎസ്ഡി. ഇൻട്രാഡേ ബേസിസിൽ ഷോർട്ട് സെല്ലിംഗ് ആണ് ഞാൻ യൂറോഎസ്ഡിയിൽ വരുന്ന മണിക്കൂറുകളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. ആൻഡ് നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ഡോളർ നോക്കാം. യൂറോഎസ്ഡി നമുക്കിപ്പോൾ ഷോർട്ട് വ്യൂ ഇട്ട് കാരണം ഒബ്വിയസ്ലി നമുക്ക് ഡോളറിൽ ബൈ ആയിരിക്കണം കിട്ടേണ്ടത്. നമുക്ക് നോക്കാം ഡോളർ എന്താണ് പറയണേന്നുള്ളത്. ഡോളറിൽ നോക്കുമ്പോൾ ഓക്കെ, ഒബ്വിയസ്ലി ഇതൊരു ബൈയിങ് സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ബയേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉള്ള 2 കീ ഏരിയസിൽ ആണ് കോൺഫിഡൻസ് ആയിട്ട് ഇപ്പോൾ ഡോളർ നിൽക്കുന്നത്. സോ ഇവിടെയും വരുന്ന മണിക്കൂറുകളിൽ ബയേഴ്സ് സ്റ്റെപ്പിനാവണമെന്നുണ്ടെങ്കിൽ ഡോളറിൽ സ്റ്റെപ്പിനായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യൂറോഎസ്ഡി ഫോളോ ആവും. യൂറോഎസ്ഡി GBP USD പോലത്തെ കറൻസി ബേസ് ഫോളോ ആവുന്നതായിരിക്കും. ഡോളർ അതിൻ്റെ ബൈ റാലി ഇൻട്രാഡേ ബേസിസിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഞാൻ സ്വിംഗ് ബേസിസിൽ പറയാൻ മാത്രം കൺഫർമേഷൻസ് ഒന്നും ഇപ്പോൾ യൂറോഎസ്ഡിയിലായാലും ഡോളറിലായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. സോ ഫോർ ദ ഡേ ആസ് എ ഇൻട്രാഡേ ട്രേഡർ, ഇൻട്രാഡേ ബേസിസിൽ ട്രേഡ് നോക്കുന്നവർക്ക് ഡോളർ ബുള്ളിഷ് ആവുകയും യൂറോഎസ്ഡി GBP USD അതുപോലത്തെ ഉള്ള USDയുടെ ഇൻവേഴ്സ് കോറിലേറ്റഡ് പേഴ്സിലൊക്കെ ബെയറിഷ് ആവുന്നതായിരിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വ്യൂ, ഒരു ബയാസ് എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ തോന്നുന്നത്. നമുക്ക് നോക്കാം വരുന്ന മണിക്കൂറുകൾ എങ്ങനെയായിരിക്കും ഡോളർ ആക്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, ആൻഡ് ഫൈനലി ഗോൾഡിൽ ഇന്നലെ പറഞ്ഞ ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ നമ്മൾ ഒബ്വിയസ്ലി ബൈ ആയിരുന്നു നമ്മൾ ഇന്നലെ നോക്കിക്കൊണ്ടെന്ന് വെച്ചത്. ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളായിട്ട് പറഞ്ഞ 2 കീ ഏരിയാസ് ഉണ്ടായിരുന്നു. ഒന്ന് ഈ ഒരു ലെവലും രണ്ടാമത്തത് ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ. അതിൽ ഫസ്റ്റത്തേൽ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ഒരു ബൈയിങ് കിട്ടി. പക്ഷേ ടാർഗറ്റായിട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഈ ഒരു ബൈ സെൽ ലിക്വിഡിറ്റി ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ബൈ സെൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാനായിട്ട് ഗോൾഡ് ഇന്നലെ വന്നിട്ടില്ല. ഗോൾഡ് വീണ്ടും ഓർഡർ ഡൗൺ ആയി. നമ്മൾ സെക്കൻഡിൽ രണ്ടാമത്തെ ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞ ഈ ഒരു കീ ഏരിയ ാണ് വീണ്ടും ഗോൾഡ് ഇപ്പോൾ അടുത്ത ബൈയിങ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം സ്റ്റിൽ ബുള്ളിഷ് ഓൺ ഗോൾഡിൽ ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. ബെയറിഷ് ആവാൻ മാത്രം റീസൺസ് ഒന്നുമില്ല. സോ ഇത് ഒരു കീ ഏരിയ ആണ്. ഈ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഞാനിപ്പോൾ ഈ പ്ലോട്ട് ചെയ്തേക്കണം, ഈ ഹൊറിസോണ്ടൽ ലൈന്. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ വീണ്ടും ബയേഴ്സ് കിക്കിനാവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോൾഡ് വരുന്ന മണിക്കൂറുകൾ ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ലണ്ടൻ കിൽ സോൺ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അത്യാവശ്യം നല്ല ബൈയിങ് നമുക്ക് ഗോൾഡിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഈവൻ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പ്ലോട്ട് ചെയ്തേക്കുന്ന ഈ ഒരു ഏരിയയാണ് ഞാൻ കീ ലെവലായിട്ട് ഈ 1 hour ടൈം ഫ്രെയിമിൽ പ്ലോട്ട് ചെയ്തേക്കണം. ഈ ഒരു കീ ഏരിയയിലാണ് ഞാൻ മെയിനായിട്ട് വാച്ച് ചെയ്യുക, ബയേഴ്സ് കിക്കിനാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കിക്കിനായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗോൾഡ് അപ്പാവുന്നതായിരിക്കും. ഇവിടെ കാര്യമായിട്ട് ഒരു ഒപ്പോസിങ് ലിക്വിഡിറ്റി, അതായത് സെല്ലേഴ്സിൻ്റെ ഷോർട്ട് സെല്ലേഴ്സിൻ്റെ ലിക്വിഡിറ്റീസ് ഒന്നും ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഗോൾഡിൽ ഷോർട്ട്
ഷോർട്ട് ചെയ്യുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ എം സ്റ്റിൽ ബുള്ളിഷ് ഓൺ ഗോൾഡ്. നമുക്ക് നോക്കാം നമ്മുടെ പ്രൈസ് ആക്ഷൻ, നമ്മുടെ ഈ വ്യൂസും കീ ലെവൽസും എല്ലാം എത്രത്തോളം ഇന്ന് മാർക്കറ്റിൽ വർക്കൗട്ട് ആവുന്നുള്ള കാര്യം. അപ്പോൾ ഈ പറയുന്ന കീ ലെവൽസിൽ വരുന്ന മണിക്കൂറുകളിൽ ഇപ്പോൾ ലണ്ടൻ സോണൊക്കെ കഴിയും തോറും എന്തെങ്കിലും സോൺ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് നമുക്ക് ഇന്നത്തെ ന്യൂസും കാര്യങ്ങളും നോക്കാം. ഇന്ന് സെപ്റ്റംബർ 26 ആണ്. ഇന്ന് ഒബ്വിയസ്ലി തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ഉണ്ട്. എല്ലാ തേഴ്സ്ഡേയും അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ഉള്ളതാണ്. സോ അത് ശ്രദ്ധിക്കുക, നല്ല മൊമെന്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ന്യൂസാണത്. ആൻഡ് ഇന്ന് ന്യൂയോർക്ക് ടൈം 9:20 പവൽ സ്പീക്സ് ഉണ്ട്. അത്യാവശ്യം നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു ന്യൂസാണിത്. സോ ഇൻട്രാഡേ ബേസിസിലൊക്കെ, ഇൻട്രാഡേ ബേസ് ആണെങ്കിൽ സ്വിംഗ് ബേസിലാണെങ്കിലും ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്നൊന്ന് ടാപ്പ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ഡയറക്ഷനിൽ പോകാൻ കെൽപ്പുള്ള ഒരു ന്യൂസാണ് പവൽ ഷെയർ. സോ ഇന്ന് ന്യൂയോർക്ക് ടൈം ചെയ്യുന്നവർ പവൽ ഷെയർ കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യൂ. സോ ഇതൊക്കെയാണ് ഇന്നത്തേക്കുള്ള ന്യൂസും കാര്യങ്ങളും. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഓരോ തിയറീസും കാര്യങ്ങളെല്ലാം ICT കൺസെപ്റ്റുകൾ ബേസ്ഡ് ആയിട്ടാണ്. ICT കൺസെപ്റ്റുകൾ മലയാളത്തിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ കറൻസി ടിപ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ICT കൺസെപ്റ്റ്സ് ഇൻ മലയാളം. അപ്പോൾ ഇതിലിപ്പോൾ 20ഓളം ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ICT കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട്. ഇനിയും ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണുക, ഓരോ ടോപ്പിക്കുകളും കാണുക, ICT കൺസെപ്റ്റുകൾ മലയാളത്തിൽ തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ കറൻസി ടിപ്സിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ മെൻറ്റേഴ്സ് എടുക്കുന്ന ട്രേഡിങ്ങും കാര്യമെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾ ഡൗട്ട് ക്ലിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ കറൻസി ടിപ്സിൻ്റെ ഈ ഒരു ചാറ്റ് ഓപ്ഷൻ കാണാം, കറൻസി ടിപ്സ് ചാറ്റ്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പബ്ലിക്കിനായിട്ട് ഞങ്ങൾ എക്സ്ക്ലൂസീവ്ലി ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാറ്റാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഞങ്ങളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് കറൻസി പിപ്സ് നാളെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി പിപ്സ്.